ഹായ് ഫ്രം ബസി ഡിസൈൻ സ്റ്റുഡിയോ. സോ ഇന്നൊരു ചെറിയ തോട്ട് പ്രോസസ്സ് അല്ലെങ്കിൽ എൻ്റെ മൈൻഡിലുള്ളൊരു പോയിന്റിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ചെറിയ വീഡിയോ ചെയ്യുന്നത്. സോ ഐ വാസ് ആക്ച്വലി ഗോയിങ് ത്രൂ ഇക്കിഗായ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ബുക്കിനെ പറ്റി. സോ ഇതിനകത്തുള്ളൊരു മെയിൻ പോയിൻ്റ് ഉണ്ട്. കോൺസെൻട്രേറ്റിംഗ് ഓൺ വൺ തിങ് അറ്റ് എ ടൈം മേ ബി the single most important factor in achieving flow. So this is majorly based on multitasking at the same time, individually, like one thing at a time. രണ്ടിൻ്റെ ഒരു കമ്പാരിസൺ ആണ്. So when I was going through, I was like wondering, like when I was working, it was like a തിങ് ദാറ്റ് മൾട്ടിടാസ്കിങ് ചെയ്യുന്നവർക്ക് ഭയങ്കര ലൈക്ക് ഇമ്പോർട്ടൻസും പ്രിഫറൻസും എന്താ പറയുക ഒരു കോർപ്പറേറ്റ് വേൾഡിൽ ഭയങ്കര പ്രിഫേർഡാണ്. I used to think that same way that someone who actually do multitasking have great ability and stuff. So ഈ ബുക്ക് വായിച്ചതിന് ശേഷം എനിക്ക് തോന്നിയൊരു ഇൻപുട്ട് എന്താണെന്ന് വെച്ചാൽ ഇസ് റിയലി മൾട്ടിടാസ്കിങ് കൊണ്ട് ലൈക്ക് ഗ്രോത്ത് ഉണ്ടോ ഇല്ലയോ. കാരണം മൾട്ടിടാസ്കിങ് ചെയ്യുമ്പോൾ നമ്മൾ ലൈക്ക് ഐ ആസ് എ പേഴ്സൺ യൂസ് ടു ടെൻ ടു ഫോർഗെറ്റ് ലോട്ട് ഓഫ് തിങ്സ് ബിക്കോസ് ലൈക്ക് നമുക്ക് ഒന്നിനോടും ലൈക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ഡെപ്ത് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങും സ്റ്റഡി ചെയ്യാനുള്ള ഒരു ടൈം ഫ്രെയിം അവിടെ കിട്ടുന്നില്ല, റൈറ്റ്? ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ എവറിത്തിങ് വിൽ ബി ലൈക്ക് ഹാഫ് എ വേ. ഒന്നും ഒരു ഓർഗനൈസ്ഡ് ആയിട്ടോ സ്ട്രക്ചേർഡ് ആയിട്ടോ നമുക്കത് ഫിനിഷ് ചെയ്യാൻ ഒരിക്കലും പറ്റുന്നുണ്ടാവില്ല. So at the same time, we are machines, ഒരു പാരലൽ പ്രോസസ്സിങ് ചെയ്യാൻ ഭയങ്കര ഒരു ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യും. സോ ഐ വാസ് ജസ്റ്റ് വണ്ടറിങ് ഹൗ ഡു യു പീപ്പിൾ ഫീൽ? മൾട്ടി ടാസ്കിങ് ആണോ അതോ ഒരു സിംഗിൾ ടാസ്ക് എടുത്തിട്ട് അത് ഫിനിഷ് ചെയ്യുന്നതാണോ മോസ്റ്റ് പ്രൊമിനൻ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്? സോ ലെറ്റ് മീ നോ യുവർ തോട്ട്. ബൈ.